2020 സ്റ്റേറ്റ് പോപ്പുലേഷൻ റിപ്പോർട്ട്, അതായത് ഈ വർഷത്തെ സ്റ്റേറ്റ് പോപ്പുലേഷൻ റിപ്പോർട്ട് UNFPA പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ റിപ്പോർട്ട് എല്ലാ പത്രമാധ്യമങ്ങളിലും വളരെയധികം ചർച്ചയ്ക്ക് കാരണമായി. അതായത് അന്തർദേശീയ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, പ്രാദേശിക പത്രമാധ്യമങ്ങളായ മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ എല്ലാ പത്രങ്ങളും ഈ റിപ്പോർട്ടിനെ പറ്റി വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം, എന്തൊക്കെയാണ് ഇത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് നോക്കാനിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റിപ്പോർട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ഏജൻസിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, അതിനെ UNFPA എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന് UNFPA എന്ന പേര് വരാൻ കാരണം ഇതിനെ ഇതിനെ യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റി എന്നാണ് ഇതിനെ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ പേര് തന്നെയാണ്, ആ പേരിൻ്റെ ഒരു ചുരുക്കനാമം തന്നെയാണ് UNFPA എന്ന് ഇപ്പോഴും അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പൂർണ്ണരൂപം എന്നത് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്ന് മാത്രമേ അതിനെ അറിയപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കാണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ഇത് സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് 1969 ഇത് സ്ഥാപിച്ചത്. ഓക്കെ, ഇനി ഈ UNFPA യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിനകത്ത് ഏതിൽ വരും എന്ന് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. സാധാരണ നമുക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രധാനപ്പെട്ട 6 ഓർഗൻസ് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട സബ്സിഡറി ഓർഗൻസ് ഏതൊക്കെയാണ്, സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഏതൊക്കെയാണ്, ഫണ്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഹയർ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ UNFPA ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട്സ് ആൻഡ് പ്രോഗ്രാംസിനകത്താണ് UNFPA വരുന്നത്. ഫണ്ട്സ് ആൻഡ് പ്രോഗ്രാംസ്, യെസ്, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫണ്ട്സ് ആൻഡ് പ്രോഗ്രാംസിൽ UNFPA, UNFPA യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ഏതിനകത്താണ് വരുന്നത്? ഫണ്ട്സ് ആൻഡ് പ്രോഗ്രാംസിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എവിടെയാണ് വരുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരുന്നേക്കുന്നത്. അതുപോലെ ഈ പ്രധാനപ്പെട്ട ഏജൻസീസ്, പ്രധാനപ്പെട്ട ഓഫീസസ് ഏതിൻ്റെയൊക്കെ കീഴിലാണ് വരുന്നത് എന്ന് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കിടക്കാം. റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓരോ വർഷവും റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓരോ ടൈറ്റിലോടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വർഷത്തെ 2020 റിപ്പോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ടൈറ്റിൽ. എഗെയിൻസ്റ്റ് മൈ വിൽ എന്നാണ് ഈ ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസ്സിംഗ് വിമൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കായിട്ട് ജനശ്രദ്ധ ആകർഷിച്ചത്. കാരണം അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ മിസ്സിംഗ് വിമൻ എന്ന ഈ ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനം, എക്കണോമിക്സിന് നോബൽ സമ്മാനം കരസ്ഥമാക്കിയ അമർത്യ സെൻ ആണ് ഈ മിസ്സിംഗ് വിമൻ എന്ന കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണ സ്ത്രീകളുടെ സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും ഏകദേശം ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സാധാരണ പുരുഷന്മാരെക്കാളിലും അല്പം കൂടുതലായിരിക്കും സ്ത്രീകളുടെ എണ്ണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മിസ്സിംഗ് വിമൻ എന്ന കൺസെപ്റ്റ് സാധാരണ മനുഷ്യന്മാരുടെ കൈകടത്തൽ മുഖാന്തരം, അതായത് ഭ്രൂണഹത്യ പോലെയുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം സമൂഹത്തിൽ ജനിക്കേണ്ട സ്ത്രീകളുടെ എണ്ണം കുറയുന്നു. അപ്പോഴാണ് മിസ്സിംഗ് വിമൻ എന്ന കൺസെപ്റ്റ് വരുന്നത്. അതായത് ജനിക്കേണ്ട സ്ത്രീകൾ ജനിക്കാതിരിക്കുന്നു, മനുഷ്യൻ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നത് മൂലം, ഭ്രൂണഹത്യ പോലുള്ള സിസ്റ്റം മൂലം അവർ ജനിക്കുന്നില്ല. അപ്പോൾ ഇത് മുഖാന്തരം, അപ്പോൾ ഈ ഒരു ആശയത്തിനെയാണ് മിസ്സിംഗ് വിമൻ എന്ന കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ റിപ്പോർട്ടിൽ വളരെയധികം ഷോക്കിംഗ് ആയിട്ടൊരു ഇൻഫർമേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 1970 61 മില്യൺ ആയിരുന്നു മിസ്സിംഗ് വിമൻ. അത് 2020 ആയ സമയത്ത് 142.6 മില്യൺ ആയിട്ട് ഇത് വർദ്ധിച്ചിരിക്കുക. അതായത് 161 നിന്ന്, അതായത് ഇരട്ടിയെക്കാട്ടിലും അധികം ആയ ഒരവസ്ഥയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. സാധാരണ ഈ മിസ്സിംഗ് വിമൻ എന്ന നമ്പർ വളരെയധികം കുറയണം, പക്ഷേ
ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയാകുകയാണ് ഉണ്ടായത്. ഇത് വളരെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ വളരെയധികം നേരിടേണ്ട ഒരു പ്രശ്നം തന്നെയായി സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ സ്ത്രീകളുടെ എണ്ണം കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഈ റിപ്പോർട്ട് വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളിലാണ് ഈ മിസ്സിംഗ് വിമൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിനകത്ത് ഒന്നാമത്തെ രാജ്യം ഈ പ്രധാനപ്പെട്ട 2 കൺട്രീസ് അക്കൗണ്ട് ഫോർ മെജോറിറ്റി ഓഫ് ദ വേൾഡ്സ് മിസ്സിംഗ് ഫീമെയിൽസ്. അപ്പോൾ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ഇതാണ്. ഒന്ന് ചൈന, 2 ഇന്ത്യ. ചൈനയും ഇന്ത്യയുമാണ് പ്രധാനമായിട്ടും ഈ മിസ്സിംഗ് ഫീമെയിൽസിൻ്റെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ചൈനയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 72.3, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 45.3 ആണ് മിസ്സിംഗ് ഫീമെയിൽസ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ 2 രാജ്യം കൂടെ ചേർന്ന് തന്നെ ഏകദേശം മോർ ദാൻ 90% മിസ്സിംഗ് ഫീമെയിൽസ് ഈ 2 രാജ്യങ്ങളിൽ ചൈനയിലും ഇന്ത്യയിലും തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇനി ഈ മിസ്സിംഗ് ഫീമെയിൽസിൻ്റെ അല്ലെങ്കിൽ മിസ്സിംഗ് വുമൻസിൻ്റെ പ്രശ്നം അത് മുഖാന്തരം ഉണ്ടാകുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പറയാൻ പോകുന്നത് മാരേജ് സ്ക്വീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. എന്താണ് മാരേജ് സ്ക്വീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വരന്മാർ ചെറുക്കന്മാർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് മാരേജ് സ്ക്വീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ദ പ്രോസ്പെക്റ്റീവ് ഗ്രൂംസ് ഔട്ട് നമ്പർ ദ പ്രോസ്പെക്റ്റീവ് ബ്രൈഡ്സ് ഹാസ് ആൾറെഡി ബീൻ ഒബ്സർവ്ഡ് ഇൻ ദ പാർട്സ് ഓഫ് ചൈന ആൻഡ് ഇന്ത്യ എഫക്ട്സ് മോർ യങ് മെൻസ് ഫ്രം ദ ലോ എക്കണോമിക് സ്ട്രാറ്റ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നതും ഇന്ത്യയിലും മാരേജ് സ്ക്വീസ് എന്ന പ്രശ്നം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നു ചൈന ആൻഡ് ഇന്ത്യ ആൻഡ് എഫക്ട്സ് മോസ്റ്റ്ലി യങ് മെൻ ഫ്രം ലോവർ എക്കണോമിക് സ്റ്റാറ്റ. അതായത് ലോവർ എക്കണോമിക് സ്റ്റാറ്റയിലുള്ള യങ് മെന്നിനെയാണ് ഇത് കൂടുതലായിട്ട് പ്രശ്നം നേരിടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അറ്റ് ദ സെയിം ടൈം ദ മാരേജ് സ്ക്വീസ് കുഡ് റിസൾട്ട് ഇൻ മോർ ചൈൽഡ് മാരേജ്. മാത്രമല്ല ഈ മാരേജ് സ്ക്വീസ് എന്ന പ്രശ്നം ഒരുപാട് ചൈൽഡ് മാരേജിന് കാരണവും ആകുന്നു. കാരണം പയ്യന്മാർക്ക് കല്യാണം കഴിയും പെൺകുട്ടികളെ കിട്ടുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ 15, 14, 13 ഈ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ച് വിടേണ്ട ഒരു സിറ്റുവേഷൻ, അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ കൂടുതലായിട്ട് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്നു. ഇനി അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സം സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ്, അതായത് മാരേജ് സ്ക്വീസ് ഇന്ത്യയിലും ചൈനയിലും അത്യുച്ചത്തിലെത്താൻ പോകുന്നത് 2013-2055 എന്ന രീതിയിലാണ്. ഇന്ത്യയിൽ ഈ മാരേജ് സ്ക്വീസ് എന്ന ഒരു പ്രശ്നം അത്യുച്ചത്തിലെത്തുന്നത് 2055, അതായത് 2055 ഇത് ഇന്ത്യയിൽ അത്യുച്ചത്തിൽ എത്തുന്നത്. മാത്രമല്ല അതായത് ദ പ്രപ്പോർഷൻ ഓഫ് മെൻ ഹൂ ആർ സ്റ്റിൽ സിംഗിൾ അറ്റ് ദ ഏജ് ഓഫ് 15 ഫോർകാസ്റ്റ്. ഓക്കെ, മാത്രമല്ല ഇന്ത്യയിലും ചൈനയിലും അതായത് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാതെ 50 വയസ്സ് വരെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിലും ചൈനയിലും 15%, 10% എന്ന രീതിയിലേക്ക് ഉയരാനും വളരെയധികം ചാൻസ് ഉണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി മാരേജ് സ്ക്വീസ് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ സെക്സ് റേഷ്യോ ഇംബാലൻസ് ദ മാരേജ് സ്ക്വീസ് ആസ് റിസൾട്ട്. ഓക്കെ, അതിൻ്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആയ ജെൻഡർ ബേസ്ഡ് വയലൻസ്, അത് ഇൻക്ലൂഡിങ് റേപ്സ്, അതുപോലെ കോയേഴ്സ്ഡ് സെക്സ്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ്, ട്രാഫിക്കിങ്, ചൈൽഡ് മാരേജ്, അങ്ങനെ അനേകം പ്രശ്നങ്ങൾ മാരേജ് സ്ക്വീസ് എന്ന ഒരു പ്രോബ്ലം മുഖാന്തരം സമൂഹത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മാത്രമല്ല സമൂഹത്തിൽ ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. കാരണം ഈ അളവിലാണ്. കാരണം ഏകദേശം 142 മില്യൺ സ്ത്രീകൾ കുറവായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ കൂടാനും ഒരു കാരണം ആയിട്ടുള്ളത്. ഇനി ഈ റിപ്പോർട്ടിനകത്ത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 വൈഡ് സ്പ്രെഡ് ഹാംഫുൾ പ്രാക്ടീസസ്
ഓക്കെ, പ്രധാനപ്പെട്ട 3 ഹാംഫുൾ പ്രാക്ടീസസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. രണ്ടാമത്തത് ചൈൽഡ് മാരേജ്. മൂന്നാമത്തത് സൺ പ്രിഫറൻസ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നില്ല. പ്രസക്തം എന്ന് തോന്നിയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, എനിവേ ഫസ്റ്റ് ഒന്നാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. ഓക്കെ, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സുന്നത്ത് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. ഇതൊരു പ്രാകൃതമായ ഒരു രീതിയാണ്. അതായത് അവരുടെ ഈ പ്രൈവറ്റ് പാർട്സിൽ ഈ ഇത് രീതിയിൽ ചെറിയ മ്യൂട്ടിലേഷൻസ് വരുത്തുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് വളരെയധികം ഹാംഫുൾ എന്ന് മാത്രമല്ല, ഇതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ തന്നെയാണ്. അവർക്ക് ഇതിന് ശേഷം സർവൈവ് ചെയ്യുന്ന ആൾക്കാരെ സമയത്തോളം ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സിസ്റ്റമാണ് ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. ഇതിനെ FGM എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഷോർട്ട് ഫോമിൽ പറഞ്ഞത് FGM. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ഈ FGM ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്ക, ഏഷ്യ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ സൗത്ത് അമേരിക്കയിലും കാണപ്പെടുന്നുണ്ട്. തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. റീസെൻ്റ്ലി നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മെഡിക്കലൈസേഷനാണ് ഇത് മുമ്പ് ആൾക്കാർ വളരെ അൺഹൈജീനായിട്ട് വളരെയധികം മെഡിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കലൈസേഷനാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആർ ഇൻക്രീസിംഗ്ലി ഇൻവോൾവ് ഇൻ ദ പെർഫോമിങ് മെഡിക്കലൈസ്ഡ് FGM. അതായത് നേഴ്സസ്, ഡോക്ടർമാർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ FGM ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നു. അപ്പോൾ ഇത് മുഖാന്തരം ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന മുഖാന്തരം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ സമൂഹത്തിലേക്ക് കുറച്ചും കൂടെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു പ്രാക്ടീസസ് കുറച്ചും കൂടെ വൈഡായിട്ട് ആകാനും അതുപോലെ തന്നെ ഇത് വർദ്ധിക്കാനും കാരണങ്ങൾ ആയി മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നേക്കുന്നത് ദർ ഈസ് ആൾവേസ് എ റിസ്ക് ഓഫ് ഹെൽത്ത് കോൺസിക്വൻസസ് ഇമ്മീഡിയറ്റ്ലി ലേറ്റർ ഇൻ ലൈഫ്. ഇത് ചെയ്തതിന് ശേഷം അത് മെഡിക്കൽ എക്സ്പേർട്ട് ചെയ്താലും അല്ലാത്തുള്ള ആൾക്കാർ ചെയ്തു കഴിഞ്ഞാലും ഇത് ഒരുപാട് ഹെൽത്ത് കോൺസിക്വൻസസ് സമൂഹത്തിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ആൻ എസ്റ്റിമേറ്റഡ് 52 million women and girls have undergone FGM performed by doctors, nurses or midwives. മാത്രമല്ല 52 മില്യൺസിലധികം ആൾക്കാർ എന്തായിരുന്നു FGMന് വിധേയമായിട്ടുണ്ട് ബൈ ഡോക്ടേഴ്സ്, നഴ്സസ്, മിഡ്വൈഫ്സ്. ഓക്കെ, ഇനി മാത്രമല്ല ഏത് സർക്കംസ്റ്റാൻസിലായാലും ഇവിടെ പറയുന്നുണ്ട് അറ്റ് എനി ഏത് സർക്കംസ്റ്റാൻസിലായാലും FGM വയലേറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് വയലേറ്റ്സ് മെഡിക്കൽ എത്തിക്സ്. ഓക്കെ, അത് ഹ്യൂമൻ റൈറ്റിൻ്റെ മനുഷ്യ അവകാശങ്ങളെ ലംഘിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ എത്തിക്സിനെയും ഈ FGMs ചെയ്യുന്നതിനോടെ ഏത് രീതി ചെയ്തു കഴിഞ്ഞാൽ അത് ലംഘിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും ഈ ഒരു FGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ്. ലോകത്തിൽ ഇപ്പോഴും FGM എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതിനെ നശീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ടൊരു ദിവസം UN-ൻ്റെ കീഴിൽ ആചരിക്കുന്നുണ്ട്. ആ ദിവസത്തെ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ഓഫ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ടു ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. ഇത് 2012 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി 6 ഇത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആക്കുക, അതുപോലെ ഇങ്ങനെയുള്ള ഈവിൽ പ്രാക്ടീസസുകളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2012 മുതൽ ഈ ഒരു ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലും ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ പ്രത്യേകപ്പെട്ടൊരു വിഭാഗം, ദാവൂദി ബോറ എന്ന് പറയുന്നൊരു പ്രത്യേക വിഭാഗത്തിനകത്താണ് ഈ FGM കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ റീസെൻ്റ്ലി നടന്ന ഈ ശബരിമല കേസ് അതുപോലുള്ള ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആർട്ടിക്കിളാണ് എക്സ്പ്ലെയിൻഡ് ദ 3 cases SC want to ക്ലബ്ബഡ് വിത്ത് ശബരിമല റിവ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കേസുകൾ, അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ടെമ്പിളിൽ കടക്കാൻ കഴിയാത്ത പ്രശ്നം,
ടെമ്പിളല്ല, മോസ്കിൽ കിടക്കാൻ കഴിയാത്ത പ്രശ്നം, അതുപോലെ പാഴ്സി വുമൻസിൻ്റെ പ്രശ്നം, അതുപോലെ മൂന്നാമത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു? ദ പ്രാക്ടീസസ് ഓഫ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഇൻ ദാവൂദി ബോറ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഈ 3 വിഷയം കൂടെ ചേർത്തിട്ട് സുപ്രീം കോടതി വിധി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ജനുവരി 13-ാം തീയതി അത് മാറ്റി വെച്ചതാണ്. പിന്നെ അതിനുശേഷം ഈ മഹാമാരി കൊറോണ വന്നതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചുള്ള സംസാരമൊന്നും വന്നിട്ടില്ല. എന്തായാലും ഈ റിവ്യൂ വരുന്ന സമയത്ത് ഈ ദാവൂദി ബോറ കമ്മ്യൂണിറ്റിയുടെ FGM അതിനെക്കുറിച്ചിട്ടും സുപ്രീം കോടതി പറയുന്നുണ്ടായിരിക്കും. എനിവേ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ട്. ഓക്കെ, ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ഷോക്കിംഗ് ഫാക്റ്റ് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴും ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ് നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴും 33,000 ശൈശവ വിവാഹങ്ങൾ ഓരോ ദിവസവും 33,000 ശൈശവ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല 650 million ഗേൾസ് ആൻഡ് വുമൻസ് ആർ അലൈവ് ടുഡേ വെയർ മാരിഡ് ആസ് ചിൽഡ്രൻസ്. മാത്രമല്ല 650 ദശലക്ഷം സ്ത്രീകളും ചൈൽഡ് മാരേജ് കഴിഞ്ഞവരാണ്. ഇനി മാത്രമല്ല ബൈ 2030 ആകുന്ന സമയത്ത് 150 million ഗേൾസ് അണ്ടർ ദ ഏജ് 150 million ഗേൾസ് ചൈൽഡ് മാരേജിന് വിധേയമാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി ഈ ചൈൽഡ് മാരേജിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത് ഇവിടെ 1990 ലോകത്ത് ഏറ്റവും കൂടുതൽ ചൈൽഡ് മാരേജ് നിലനിന്നിരുന്നത് സൗത്ത് ഏഷ്യയിലായിരുന്നു. ഏകദേശം 60% ആണ് ചൈൽഡ് മാരേജ് സൗത്ത് ഏഷ്യയിൽ നിലനിന്നിരുന്നത്. പക്ഷേ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചൈൽഡ് മാരേജ് നിൽക്കുന്നത് വെസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ചൈൽഡ് മാരേജ് നിൽക്കുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റ്? 14% 40% ചൈൽഡ് മാരേജ് ഇപ്പോൾ അതാണ് ഹയസ്റ്റ് എന്ന രീതിയിൽ വെസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്കയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ലാറ്റിൻ അമേരിക്കയിലും ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ലാറ്റിൻ അമേരിക്ക ആൻഡ് കരീബിയൻ 1 in 4 girls are married or informal union before the age of 18. അതായത് ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ കരീബിയൻ റീജിയൻസിലും 1/4 ഗേൾസും അവരെ എന്ത് ചെയ്യുന്നു? ശൈശവവിവാഹം നടത്തുന്നു, അല്ലെങ്കിൽ 18 വയസ്സിന് മുമ്പ് തന്നെ അവരെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഇനി ആ ചൈൽഡ് മാരേജിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിക്കുന്നത്. ഗ്രാഫിൽ ഇപ്പോൾ ഏകദേശം 2020 8 മില്യണിന് മേളിലാണ് നിൽക്കുന്നത്. അത് 2030 ആവുന്ന സമയത്ത് ഏകദേശം 2 മില്യണിലും താഴെ എത്താൻ പറ്റും, അല്ലെങ്കിൽ എത്തും എന്ന് ഇവിടെ ഒരു ഗ്രാഫ് റെപ്രസെൻറ്റേഷനിലൂടെ പറയുന്നുണ്ട്. ഈ ചൈൽഡ് മാരേജ് സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാഫിൽ വളരെ വലിയൊരു ചേഞ്ച് കാണുന്നത്. സോ ഇനി മാത്രമല്ല, ഈ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വളരെയധികം നല്ല വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്നാ ബേട്ടി അപ്നാ ധൻ എന്ന് പറയുന്ന സ്കീമിനെ ഇവിടെ ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാ രാജ്യങ്ങളുടെയും ഒരുപാട് രാജ്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മെൻഷൻ ചെയ്തത് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.